നമസ്കാരം. എൻ്റെ പേര് റോബി ജെറോം. ഞാൻ DAC, അതായത് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗിറ്റാർ ട്യൂട്ടറായിട്ടാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയപ്പാടാണ് തോന്നിയത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. സാധാരണ ഞാൻ പഠിപ്പിക്കാറുള്ളത് സാധാരണ നോർമൽ കുട്ടികളെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. എങ്ങനെയായിരിക്കും എന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ പിള്ളേരുടെ സമീപനം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം സാധാരണ കുട്ടികളെക്കാൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് അവരെന്നെ സ്വീകരിച്ചത്. എന്നെ ഏറ്റവും അധികമായി സ്വാധീനിച്ചത് 2 കുട്ടികളാണ്. ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു കുട്ടി. ഞാനിവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ അവൻ എന്നോട് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഗിറ്റാർ പഠിക്കണം. അവനെ കണ്ടു കഴിയുമ്പോൾ ഏതൊരാൾക്കും തോന്നാവുന്ന ഉള്ളിലൊരു ഭയപ്പാടാണ് തോന്നിയത്. കാരണം എങ്ങനെയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഭയപ്പാട് എന്നിലുണ്ടായിരുന്നു. അവനെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു 2-3 ദിവസം ഇങ്ങനെ തള്ളിവിട്ടു. അപ്പോൾ വീണ്ടും അവൻ എന്നെ സമീപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഗത്യന്തരമില്ലാതെ അവനെ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത്. കാരണം അവനിൽ ഉള്ളിലുള്ള ഒരു ടാലൻറ്റ് ഏതൊരു പ്രൊഫഷണൽ വായനക്കാരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമായിരുന്നു. അതായത് ഗിറ്റാർ കൊടുത്തപ്പോൾ തന്നെ അവൻ നല്ല രീതിയിൽ സ്ട്രം ചെയ്ത് തെളിയിച്ചു അവനൊരു ഗിറ്റാർ പഠിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ അണ്ടർ ട്രെയിനിങ്ങിലാണ്. അതുപോലെ തന്നെ ഏബൽ എന്ന് പറഞ്ഞൊരു കുട്ടി. ഏബൽ എന്ന് പറയുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവൻ ആരോടും ഒന്നും മിണ്ടാതെ ഒരു കോർണറിൽ ഒറ്റയ്ക്ക് ഇരിക്കും. ആരോടും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഏബലിനെ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഏബലിനെയും കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ തുടക്കത്തിൽ കണ്ട ഏബലല്ല പിന്നീട് എന്നോട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പോഴും അവനും അണ്ടർ ട്രെയിനിങ്ങിലാണ്. നമുക്ക് ഒരാളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും. ഫ്യൂച്ചറിൽ നമുക്ക് കാണാം എന്താകും എന്നുള്ളത്. ഇതിൽ ഗോവിന്ദൻ്റെയും ഏബലിൻ്റെയും പാരൻസ് എന്നെ വിളിച്ചിരുന്നു. ഗോവിന്ദൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് വളരെ സന്തോഷമുണ്ട്. അവന് ഗിറ്റാർ പഠിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്കിലും അവനെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അവനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഏബലിൻ്റെ പാരൻറ്റ്, അവർക്ക് 2 പേർക്കും അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായിരുന്നു. കാരണം അവന് ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കില്ലായിരുന്നു. ഇവിടെ വന്നാൽ ഒരു കോർണറിലിരിക്കും, ആരെ കണ്ടാലും റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ ഗിറ്റാർ എടുത്ത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ചിരിച്ചുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവർക്കും വളരെ സന്തോഷം തോന്നി. തൽക്കാലം അവർക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് റൊട്ടേഷനിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ഗിറ്റാർ ക്ലാസ് റൂമിൽ പിള്ളേർ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. കീബോർഡ്, വയലിൻ, അതുപോലെ താളവാദ്യങ്ങൾ, മൃദംഗം, തബല, ചെണ്ട, അതുപോലെ ഡാൻസ്, വായ്പ്പാട്ട്, സംഗീതം, പിന്നെ മാജിക്, ഇവയിലെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരവർക്ക് താല്പര്യമുള്ള ഏത് കലയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇവിടെ ട്രെയിനർമാരുണ്ട്. അതിലേക്ക് അവരെ വഴിതിരിച്ചു വിട്ട് സമൂഹത്തിൽ നല്ലൊരു ജീവിത കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നന്ദി പറയേണ്ടത് മുതുകാട് സാറിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് നമുക്ക് പൂർണ്ണമായ സപ്പോർട്ട് നൽകി നമുക്ക് അതിനോടൊപ്പം പിൻചൊല്ലാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം.